ഇന്നത്തേത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. കാരണം ഇന്നത്തെ പാചകം എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയാണ്. അപ്പോൾ നമുക്കിന്നിവിടെ കിട്ടിയിട്ടുള്ളത് വറ്റമീനാണ്. അതാണ് കറി വയ്ക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലേ. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് പൊട്ടി വരണം. വെയിറ്റ് ചെയ്യാമല്ലേ. അപ്പോൾ ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും 3-4 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക്. ഇത്രയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാളയും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി കൂടെ തന്നെ 2 തക്കാളി അതും ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തി ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വറ്റമീനാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുള്ള നല്ല പീസ് കഷ്ണങ്ങളാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം വെന്ത് നല്ല കുറുകിയ ചാറോട് കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ സ്പെഷ്യൽ കറിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ നല്ല ചൂടുള്ള ചോറും മീൻകറി, മീൻ വറുത്തതും, മുട്ട പുഴുങ്ങിയതും, അച്ചാറും എല്ലാം കൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.